ഈ കാണുന്ന പാള ഉപയോഗിച്ച് ഇതുപോലുള്ള പ്ലേറ്റിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടായപ്പോൾ ഇതിങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇതൊരു ബിരിയാണി കണ്ടെയ്നറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഇതുപോലെ ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, പേപ്പർ പ്ലേറ്റും പാള പ്ലേറ്റൊക്കെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഷാർപ്പാണ്. നമ്മൾ പലർക്കും പേപ്പർ പ്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല. വാഴലി കഴിച്ചാലേ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രൊഡക്റ്റാണ്. ഇതെല്ലാം കൂടുതൽ എയർപോർട്ട്, റിസോർട്ട്, സ്റ്റാൻഡേർഡായ വലിയ റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ ഈ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുക. മന്ദാരത്തിൻ്റെ 6 ഇലകൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു വലിയ ഷീറ്റാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കണം. ഇതുപോലെ മുറിഞ്ഞ് പീസായിട്ട്. നമ്മളിതിനു മുമ്പ് പേപ്പർ കപ്പും പേപ്പർ പ്ലേറ്റും നിർമ്മിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഇത് പാളയാണ്. ഈ പാള ഉപയോഗിച്ച് ഇതുപോലുള്ള പാള പ്ലേറ്റിൻ്റെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ GSA എക്സ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പാളയൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞതിനായിട്ട് നമ്മുടെ കൂടെ GSA എക്സ്പോർട്ടിൻ്റെ MD അബു സഹിറിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതുപോലുള്ള പാളകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് പാളകൾ പല ദേശത്ത് നിന്ന് കിട്ടും. കാരണം തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ പാള കൊടുക്കുന്നത് 100% ഞങ്ങൾ തന്നെ പാള സപ്ലൈ ചെയ്യും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാള ഇങ്ങോട്ടും സപ്ലൈ ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ടും ഇതുപോലുള്ള പാള പ്ലേറ്റിൻ്റെയും പേപ്പർ പ്ലേറ്റിൻ്റെയും നിർമ്മാണവും സെയിൽസും മാത്രമല്ല, ഇത് നിർമ്മിക്കുന്ന മിഷനറീസിൻ്റെ സെയിൽസും കൂടെ ഇവിടെ ഉണ്ട് അല്ലേ സാർ? അതെ 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 ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മിഷനറിയോടുകൂടി പ്രവർത്തിച്ച് മിഷൻ തന്നെ മാനുഫാക്ചർ ചെയ്ത് നിങ്ങളെ ലൊക്കേഷനിൽ എത്തിച്ചേരും. ഇതാണ് നമ്മുടെ ഒരു മിഷൻ. 100 സ്ക്വയർ ഫീറ്റിൽ ഈ മിഷൻ ഇതുപോലെ പാളയിൽ നമുക്ക് 2-3 പ്ലേറ്റുകൾ നിർമ്മിക്കാം. ഒരു പാള പ്ലേറ്റ് നിർമ്മാണത്തിനായിട്ട് പോവാണ്. ഹൈഡ്രോളിക് മുകളിലേക്ക് വന്നിട്ട് നല്ല ചൂടുണ്ട്. അതിലോട്ട് നല്ല ചൂടുണ്ട്. ഈ ഉണക്ക പാളനെ അതുപോലെ നനച്ചിട്ട് നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് വെക്കാം. അപ്പോൾ വലിഞ്ഞു വെക്കുമ്പോൾ നല്ലൊരു സൗണ്ട് കട്ടായി വരും കേട്ടോ. 12 ഇഞ്ചിൻ്റെ പ്ലേറ്റും 8 ഇഞ്ച് പ്ലേറ്റും 10 ഇഞ്ച് പ്ലേറ്റും ഒരേ സമയം നമുക്ക് ഡൈകൾ തന്നെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഈ കട്ടായ പ്ലേറ്റ് ഒരു 1 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് റെഡിയായി. മേളിലോട്ട് വലിച്ചു. സംഭവം പ്ലേറ്റ് കട്ടായി വന്നിട്ടുണ്ട്. പാള റെഡി ആയിട്ട് അടിപൊളി പാള പ്ലേറ്റ് റെഡി ആയിട്ട് നല്ല ചൂടുണ്ട്. നമുക്കത് എടുക്കാനായിട്ട് ഫുള്ളായിട്ട് പിടിച്ചാൽ കൈയൊക്കെ പൊള്ളും. അപ്പോൾ അടിപൊളി നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് പാള പ്ലേറ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ബാലൻസ് വരുന്ന സൈസുകളിൽ ചെറിയ ബൗളുകളോ അല്ലെങ്കിൽ സ്പൂണോ ചെറിയ പാത്രങ്ങളോ നമുക്കിതിൽ നിർമ്മിക്കാൻ പറ്റും. ഷുവറായിട്ട് അതിൻ്റെ ഡൈകൾ മാത്രം 6 ഇഞ്ചിൻ്റെ 4 ഇഞ്ചിൻ്റെ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് ഡൈ ഇട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വേസ്റ്റ് പോലും നമുക്കിതിൽ വരുന്നില്ല. ഇപ്പം നമ്മൾ കാണുന്നത് മന്ദാരത്തിൻ്റെ ഇലയാണ്. ഇത് റെഡിമെയ്ഡായിട്ട് ഇല ഇങ്ങനെ തന്നെ വരും. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഡ്രൈ ആണ്. ഇതൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല വാഷബിളായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഇതുപോലെ അട്ടക്കടലാസ് കിട്ടും. ഇത് 1 രൂപയ്ക്ക് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റായി കിട്ടും. ഇതുപോലെ ഇലയും ചീപ്പ് ആൻഡ് ബെസ്റ്റായി കിട്ടും. അപ്പോൾ പേപ്പർ നമ്മൾ കറക്റ്റായി വെക്കുന്നു. ഇതാ ഇതിൻ്റെ മുൻഭാഗം കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക. പിൻഭാഗം വെക്കണ്ട. കറക്റ്റ് സെൻറ്റർ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക. സെൻറ്ററായി ലിവർ താഴെയിലോട്ട് വലിക്കുക. പ്രസ് ചെയ്തടിക്കാം. അപ്പോൾ ഒരു ടേന്ന് സൗണ്ട് വരും. കട്ടാവുന്ന സൗണ്ട്. യെസ്, കഴിഞ്ഞു. കൈ വിട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് കട്ടായി വന്നു. ഇനി അങ്ങനെ തന്നെ 1 മിനിറ്റോളം നമ്മളിത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണത് ഈ പ്ലേറ്റും ഈ പാളയും തമ്മിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വന്ന് ആ മെഷീൻ വന്ന് ഇങ്ങനെ ജാം ആകുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് ഭയങ്കര സൗണ്ടിലായിരുന്നു. കട്ട് ചെയ്ത് ഷാർപ്പ്നെസ് കട്ട് ചെയ്താണ്. അതിൻ്റെ ബ്ലേഡ് അത്രയും ക്വാളിറ്റിയാണ്. അപ്പോൾ കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ലീഫിന്റെ പ്ലേറ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ചൂടായപ്പോൾ ഇതിങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. നല്ല രീതിയിൽ ഒട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതുപോലത്തെ ഇലകളുള്ള പ്ലേറ്റുകളൊക്കെ വെച്ചിട്ട് പ്രസാദമൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്ലേറ്റ് ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ ഒരു പ്ലേറ്റ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കാർഡ് ബോക്സ് ആണ്. അതെ, കാർഡ്ബോർഡിന്റെ ഒരു പേപ്പറിന്റെ പീസ് വെച്ചിട്ടാണ് ഇതിന്റെ ബാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തന്നെ പല പല സൈസിലുള്ള പ്ലേറ്റുകളും കൂടെ അവിടെ അവൈലബിൾ ആണ്. പേപ്പർ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പ് ഉണ്ട്. ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പ് ഉണ്ട്. ഇതിൽ തന്നെ 6 ഇഞ്ചുള്ള ബ്ലേഡുകളുണ്ട്. ഈ ബ്ലേഡൊക്കെ നമുക്ക് ഈ മിഷീൻ്റെ കൂടെ തന്നെ കിട്ടും. പേപ്പറുകൾ ഇതുപോലെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ക്രാഫ്റ്റോ കളറോ വൈറ്റോ ഏത് പേപ്പർ വേണമെങ്കിലും വൃത്തിയായിട്ട് സെൻറ്റർ ചെയ്ത് ഇങ്ങനെ വെക്കുക. ഈ ബ്ലേഡ് കറക്റ്റായിട്ട് അതിൽ കട്ടായി വന്നു. ഇനി ഇതൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. കട്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് അടിക്കാൻ ഈ ബ്ലേഡ് ഞാനിതിൽ കട്ടാക്കി എടുക്കുന്നു.
പ്ലേറ്റ് ഇതിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഷാർപ്പായിട്ട് കട്ടായി വന്നു കേട്ടോ. ഇത്ര ക്വാളിറ്റി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് കറക്റ്റ് എല്ലാം കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പോൾ റൗണ്ട് ഷേപ്പ് കാണുന്ന ബ്ലേഡ് നമ്മൾ മാറ്റി നമ്മൾ റൗണ്ട് ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം സ്ക്വയർ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്ലേറ്റ് ആണ് ഇത്. സർക്കിളിന്റെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പലർക്കും പേപ്പർ പ്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല. വാഴയില കഴിച്ചാലേ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വാഴയിലയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിന് സർക്കിളിലും കട്ട് ചെയ്യാം, സ്ക്വയറിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബ്ലേഡ് 6 ഇഞ്ചിൻ്റെ നമ്മൾ ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ സെൻറ്റർ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കറക്റ്റ് കട്ടായി കിട്ടിയോ എന്ന് നമുക്ക് നോക്കാം. ഓരോ ലീഫായിട്ട് നമുക്ക് ഇത് ഷാർപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ കളർ കോമ്പിനേഷൻ കട്ട് ചെയ്തെടുക്കാം. ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് ഇത് വൃത്തിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കറ്റ് കണ്ടെത്താൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലുള്ള വാഴയില നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കഴിക്കാനായിരിക്കും നമ്മൾ കൂടുതൽ ആളുകൾക്കും താല്പര്യവും ഇഷ്ടം. പേപ്പറിനെ നമ്മൾ ഇതുപോലെ സ്ക്വയറിലും സർക്കിളിൻ്റെ പല പല ഷേപ്പിലും കട്ട് ചെയ്യുന്നത് കണ്ടു. ഇനി ഇതിനെ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കാം ഇതുപോലെ. അപ്പോൾ അതിനുള്ള മെഷീനാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്കൊരു നാനോ യൂണിറ്റിൽ പെടുന്ന ഒരു യൂണിറ്റാണ്. കാരണം ഇത് വന്നിട്ട് 2 HP മോട്ടറാണ്. ഇതിൽ 25 ലിറ്ററിൻ്റെ ഓയിൽ ടാങ്ക് ഇവിടെ ഉണ്ട്. JCBൻ്റെ ഓയിലാണ്, ഹൈഡ്രോളിക് ഓയിലാണ് ഇതിലിട്ട്. ഈ മെഷീൻ്റെ പ്രത്യേകത ഇത് ഹൈഡ്രോളിക് മെഷീനാണ്. അപ്പോൾ 1 ഇയർ വരെ ഈ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ എല്ലാ ഡൈകളും മാറ്റാം. ഇപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ പ്ലേറ്റിൻ്റെ ഡൈ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് മാനുവൽ മെഷീനാണ്. പക്ഷേ ഇപ്പോൾ കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് മെഷീൻ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫുള്ളി ടച്ച് സ്ക്രീനാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ ഓട്ടോമേഷൻ മോഡ് മാറ്റാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതാ പേപ്പർ കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെച്ചു. ഇത് 8 ഇഞ്ചിൻ്റെയാണ്. ലിവർ ഞാൻ താഴ്ത്തി പ്ലേറ്റ് റെഡി. സെയിം ഇതിനെ ഡൈ മേലിലോട്ട് മാറ്റി പ്ലേറ്റ് കറക്റ്റ് ഷാർപ്പായിട്ട് അതിലോട്ട് വേണം. അപ്പോൾ ഈ പ്ലേറ്റുകൾ ഇതുപോലെ ഷാർപ്പായി ചെയ്യാൻ എക്കോ ഫ്രണ്ട്ലിയുള്ള പേപ്പർ പ്ലേറ്റ്, ഇതുപോലെ കോട്ടിംഗ് ഇല്ലാത്ത പേപ്പർ ഇതുപോലെ ഓട്ടോമേഷനിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പല ഷേപ്പിലുള്ള പവർ പ്ലേറ്റ് നിർമ്മാണം കണ്ടു. അതിലും വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിലുള്ള പ്ലേറ്റുകളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിലും പിന്നെ ഒരുപാട് ഷേപ്പുകളിലുള്ള പ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ട പ്ലേറ്റുകളെല്ലാം ഒരു മെഷീനിലാണ് ഇതെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വ്യത്യാസമായ ഡൈകളാണ് നമ്മളിവിടെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ഇത് നമ്മൾ ഹോട്ടൽസ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ളതും ചായക്കുള്ള ടീ തട്ടുകളും അതുപോലെ സ്നാക്സിനുള്ളതും ഇതുപോലെ ഹേർട്ട് ഷേപ്പുള്ളതും. ഇതൊരു ബിരിയാണി കണ്ടെയ്നറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഇതുപോലെ ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, പിന്നെ ക്ലോസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ലോഗോ വരെ ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടോ നമുക്കൊരു ഫുഡ് കണ്ടെയ്നർ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ത് മെറ്റീരിയൽ? അത് കരിമ്പിൻ ചണ്ടിയിലുണ്ടാക്കിയ കരിമ്പിൻ്റെ ചണ്ടിയിലുണ്ടാക്കിയ വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടിയുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോളത്തിൻ്റെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്, ചോളത്തിൻ്റെ പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രൊഡക്റ്റാണ്. ഇതെല്ലാം കൂടുതൽ എയർപോർട്ട്, റിസോർട്ട്, സ്റ്റാൻഡേർഡായ വലിയ റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ ഈ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുക. ഇതിനെല്ലാം വ്യത്യസ്തമായ അച്ചുകൾ, ഈ മോൾഡുകൾ നമ്മൾ ഓരോന്നും മാറ്റി മാറ്റി ഫിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ പാളപ്ലേറ്റുകളുടെ ഷേപ്പുകൾ ഇതര രീതിയിൽ വരുന്നത്. കാസ്റ്റ് അയൺഡി ഉണ്ട്, അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. ഈ മെഷീൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഓരോ ഡൈകളും ഞങ്ങൾ സ്പെഷ്യലി കാറ്റഗറി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 1 ഇയർ ഗ്യാരണ്ടി വാറണ്ടി സർവീസൊക്കെ ഉണ്ട്. കൂടാതെ ഈ മെഷീൻ്റെ കൂടെ ഈ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മാർക്കറ്റിങ് ഞങ്ങൾ തന്നെ പറഞ്ഞുതരും. ഞങ്ങൾ തന്നെ ബൈബാക്ക് ചെയ്യും, ഞങ്ങൾ തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യും. ഈ മെഷീൻ വാങ്ങിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയും കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഡൈ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും, കട്ടിംഗ് ബ്ലേഡും ഫ്രീ ആയിട്ട് കിട്ടും. കുറഞ്ഞത് 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സെമി മാനുവൽ ഓട്ടോമാറ്റിക് മെഷീനറികളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു GSA എക്സ്പോർട്ടിൽ നമുക്ക് ഇതുപോലുള്ള പ്ലേറ്റുകൾ വാങ്ങാൻ മാത്രമല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ അബുചേട്ടൻ ചെയ്തു തരും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ആലത്തൂരുള്ള GSA എക്സ്പോർട്ടിൽ വന്നു. ഇത് ഈ കാണുന്ന ലീഫ് പ്ലേറ്റും പാള പ്ലേറ്റും പേപ്പർ പ്ലേറ്റൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള പേപ്പർ പ്ലേറ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു മിഷനറിയാണിത്. സാധാരണക്കാരനായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പേപ്പർ പ്ലേറ്റും പാള പ്ലേറ്റും അതുപോലെ ലീഫ് പ്ലേറ്റൊക്കെ നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും. കാരണം അല്ല, നിങ്ങളത് ഉണ്ടാക്കുന്ന സാധനം GSA എക്സ്പോർട്ട് തന്നെ അത് വാങ്ങിച്ച് പല പല വിദേശ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ടിങ് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. മുറിഞ്ഞ് പീസായിക്കോ.